അല്ല അല്ല ഉണ്ട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇവിടെ കണ്ടാൽ മതി. കുഴപ്പമില്ല, അത് വന്ന് നമ്മളടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞു രണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ വന്ന് സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞു. എന്റെ മര്യാദ, അതെന്റെ മര്യാദ, അത് കുറച്ചു. അതെന്റെ മര്യാദ. ഞാൻ പറഞ്ഞു സൗണ്ട് കുറയ്ക്കണമെന്ന് പറഞ്ഞത്. അത് നിങ്ങൾ കുറച്ചായിരുന്നോ? എവിടെ കുറച്ചു? ഓ എവിടെ കുറച്ചു? അതെന്റെ മര്യാദ. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല. ഒരിക്കലും ഞാൻ പറഞ്ഞോ? ഇല്ല. പറഞ്ഞോ സൗണ്ട് കുറക്കണമെന്നാ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കുറച്ചോ? ഇല്ലല്ലോ. അത് എന്റെ മര്യാദ. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ ചെയ്തു. പക്ഷെ സൗണ്ട് കുറക്കണം. വേറൊരാൾക്ക് ബുദ്ധിമുട്ടാകരുത്. ഒരു 10 വീടിനപ്പുറം അവിടെ കേൾക്കായിരുന്നു. നിങ്ങൾക്ക് ഈ ഏരിയ കേൾക്കാനുള്ള സൗണ്ട് വെച്ചാൽ പോരെ. അല്ലെ ഓരോ വീട്ടിലും ഞാൻ മധ്യത്തിൽ സാധനം കൊടുത്താൽ പോരെ. ഇതെന്ത് പോയത്? ഞാനൊരു മൊത്തനും ഇതിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. എന്റെ സുഹൃത്തുക്കൾ മൊത്തം ക്രിസ്ത്യൻസും നിങ്ങളുടെ സഭക്കാരും എല്ലാവരും ഉണ്ട്. വേണേ ഒരു സഹോദരനെ വിളിച്ചോ. ഇപ്പൊ നിങ്ങൾ ഞാൻ എന്റെ ഒരു സുഹൃത്താണ്, എന്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ ഈക്കളാണ്. ഇപ്പൊ പുള്ളിക്ക് ചിക്കൻ ബോക്സ് വന്ന് നടക്കുക. പുള്ളി ജെയിംസ് ചിക്കൻ ബോക്സ് അവർ ഫാമിലി മൊത്തം ചിക്കൻ ബോക്സ് വന്ന് നടക്കുക. ഞാൻ കേൾപ്പിക്കാം. ചൂട് സമയം അവർ ഫാമിലി മൊത്തം ഇവിടെ വീട്ടിൽ തന്നെ. അതും കറന്നിരുന്ന ബന്ധിക്കോസുകാരൻ. കറന്നിരുന്ന ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ സഹകരിക്കണം ഞങ്ങള്. വേണ്ട വിളിക്കാതെ വേണ്ട. ഹലോ, ജെയിംസ് ഇറക്കുമായിരുന്നു. ഞാൻ ഇറക്കം ചുമ്മാ വിളിച്ചാൽ വേറൊരു കാഴ്ച എന്നുള്ളത് നമ്മുടെ ഞാനേ പിന്നെ ഉണ്ട്. നിങ്ങളുടെ സഹോദരങ്ങളുടെ കുറച്ച് പേര് വിടുന്നുണ്ട്. അവന് പുള്ളിക്ക് കൊടുക്കാം. സംസാരിക്കൂ. ഹലോ, നമ്മുടെ ഹലോ ജെയിംസ്. നമ്മുടെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുവാണ്. നമ്മളൊരു പാസ്റ്റർമാരൊക്കെയാണ്. ഏഷ്യയിലെ ഏറ്റവും നല്ല ബന്ധുക്കോസാനായിട്ട് തെരഞ്ഞെടുത്ത ആളുടെ ബന്ധുവാണ്. നമ്മള് തിരുവനന്തപുരം ജില്ല. നമ്മൾ തിരുവനന്തപുരം ജില്ല. ഓക്കെ ഓക്കെ. അച്ഛൻ എവിടെ താമസിക്കുന്നത്? മാത്രം അറിയില്ല. നമുക്ക് ഇങ്ങോട്ടൊന്നും വലിയ പിടിയില്ല. നമ്മളിങ്ങനെ ഏരിയയിലിങ്ങനെ ഈ ലഘുവിരുദ്ധ സുവിശേഷ ആനുകൂല്യം വന്നതാണ്. അതെ അതെ അതെ. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ വീടിന് കുറേപ്പുറത്തൊന്നും എൻ്റെ നെയ്യാറ്റിങ്കര കഴിഞ്ഞു. നെയ്യാറ്റിങ്കര താലൂക്കിലാണ്. ചിലർ വേറെ ഉണ്ട്. മല ഏരിയയുള്ളവരാ. നമ്മൾ 5 പേര്. അതെ അതെ. അച്ഛൻ രാവിലെ തുടങ്ങിയതാണ്. നമ്മൾ അച്ഛൻ്റെ വീടിൻ്റെ കുറേ പുറത്തുണ്ട് നമ്മൾ. അപ്പം അച്ഛൻ നമ്മൾ ശബ്ദം കൂടിയ അച്ഛൻ്റെ പശുവിൻ്റെ പാലൊക്കെ പോയി ചെറിയ വിഷയം നീക്കാൻ അച്ഛൻ കളി ചെയ്യുകയാണ്. അപ്പം ശബ്ദം കൂടിയ അച്ഛൻ്റെ പശു പാല് പോയതുകൊണ്ട് അച്ഛൻ ചിലപ്പം ടൈറ്റിലാണ്. അച്ഛനെ കൊടുക്കട്ടെ അച്ഛൻ കൊടുക്കട്ടെ സംസാരിച്ചത്. ഹലോ ജെയിംസേ. ഞാൻ അവരോട് ഞാൻ പശുവിനെ പറഞ്ഞ ഒരു പെൺകുട്ടി നീറ്റിന്റെ എക്സാമിന് പഠിച്ചോണ്ടിരിക്കുന്ന ഒരു കിടപ്പിരോഗിയുണ്ട്. അവിടുത്തെ അച്ഛനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്തോ എന്ന് പറയേണ്ടിയെന്ന്. അതുകൊണ്ട് അവരെ പുള്ളിമുണ്ട. അത് അയാളുടെ മര്യാദ. ആയിക്കോട്ടെന്നേ, അതായിക്കോട്ടെ. അത് അവരുടെ മര്യാദ. നമ്മളൊരു മര്യാദ കാണിക്കണ്ടേ? അവര് ഇപ്പൊ എല്ലാ വീട്ടിലും നിന്ന് പറയാൻ നോക്കൂ. ഇപ്പൊ നിങ്ങൾ കയറി ആ കുഞ്ഞിന് പഠിക്കുന്നതാണെങ്കിൽ ഞാൻ ഇപ്പൊ കയറിയപ്പോഴാണ് മനസ്സിലാക്കിയത്. ശരിയായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ചെണ്ട കൊട്ടാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ ലോകത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ചെണ്ട കൊട്ടാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇവിടോട്ട് കയറിയിരുന്ന മലമണ്ടയിൽ കയറിയിരുന്ന രാവിലെ മുതൽ വീക്കെൻഡ് അടിച്ചു കഴിഞ്ഞാൽ
എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അതുപോലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞാൻ പറയുക നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാനും സമാധാനമായിട്ട് ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നമ്മളത് ചിന്തിക്കണം. അവർ പറഞ്ഞ് കേൾപ്പിച്ചത് അതൊക്കെയുള്ള സുഹൃത്തുക്കളും ഇങ്ങനെ നമ്മളല്ലാതെ വേറെ ഒരു രീതിയിൽ വരുമോ ഇപ്പൊ ഞാൻ എനിക്ക് പോകാം. അവര് കിടന്നൊരു രോഗി, പക്ഷെ വേറെ ഗുണമുണ്ടായി. ആ കിടന്ന രോഗി എഴുന്നേറ്റത് ഞാൻ ഓൾറെഡി അവനോട് കുത്തിയിരിക്കും. ശബ്ദം കേട്ടോ. ആലപ്പുഴയിൽ നിന്ന് പോയി പറഞ്ഞു നിർത്തണം ഞാൻ പറഞ്ഞു. അവർ താമസിക്കുക അവരുടെ പാലിന്റെ പൈസ തരുന്നത്. ഈ വ്യക്തിക്ക് ചിക്കൻ ബോക്സ് ഒക്കെ എടുത്തു. ഞങ്ങളാണ് സുഹൃത്തുക്കളാണ്. പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അറിയോ, ഞങ്ങൾ സമ്മതം നോക്കിയല്ല, ഞങ്ങൾ ക്ലാസ്മേറ്റാണ് ഈ വ്യക്തി. അറിയോ, ഈ ജെയിംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിശ്വാസിയാണ് പുള്ളി. വിശ്വാസം നമുക്കാകാം, വേറെ ആരും വലിയ അടിച്ചേൽപ്പിക്കരുത്. നമുക്ക് വിശ്വാസമാകാം. എനിക്ക് വേണ്ടത് ഞാൻ ഉപയോഗിക്കും. എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ ഒരു പ്രായമുണ്ട്. പിന്നെ അപ്പൊ അച്ഛനോട് പറയുക പുള്ളി തെങ്ങിനൊക്കെയാണ്. ഞാൻ അവിടെ എന്ത് പറയാൻ അതുകൊണ്ട് കൈകൊട്ടിയൊട്ടിക്കാറുണ്ട്. പക്ഷെ അവർ പറഞ്ഞെങ്കിൽ നമ്മൾ കുറയ്ക്കുമായിരുന്നു. ഒരു വയ്യാത്തയില്ലേ ഒരു കുട്ടിയുണ്ട് അത് തന്നെ വെച്ചാൽ പറഞ്ഞാൽ ചെയ്യില്ലേ, ചെയ്യുമായിരുന്നല്ലോ. ബുക്കുമായിട്ട് അവിടെ ഇരിക്കുക. അറിഞ്ഞോണ്ട് ചെയ്തല്ല, അറിയാത്ത ഞാൻ ഓൾറെഡി വന്ന് പറഞ്ഞു. ഓൾറെഡി ഇവിടെ വന്ന് പറഞ്ഞു. ആ വീട്ടിൽ ആര് പഠിക്കുന്നു ആര് കിടക്കുമ്പോൾ അറിയാൻ നോക്കൂ. ലൊക്കാലിറ്റിയെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ആരൊക്കെ ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ള ആർക്കും എന്തെങ്കിലും അറിയാവോ? അറിയോ? നിങ്ങൾക്ക് ഒന്ന് ഇവിടെ വന്നിട്ട് ബൈക്ക് ഓപ്പൺ ആയിക്കട്ടെ. ശരി ചവിട്ടെ നമ്മള് ഓക്കെ കഴിഞ്ഞല്ലോ. നമ്മൾ ഓക്കെ പൊയ്ക്കോട്ടെ എന്നാ. ഇപ്പം അതെ പോട്ടോ. ഇനി ഇവിടെ നല്ല ഒരിടത്തും പോയി ഇത് നല്ല മര്യാദ, മുഖത്ത് നല്ല മര്യാദ എഴുതി വെച്ച കലയുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞങ്ങള് ഒന്നും പറയാം. ഞങ്ങൾ ഇതുവരെ ഒരു വൃത്തിയോടായിട്ട് സംസാരിച്ചു. ആ പുള്ളിക്കൊരു അഹങ്കാരം, നീ ആരാ എന്നുള്ളൊരു ഇല്ല അങ്ങനെയൊന്നുമില്ല. അല്ലേ നമ്മളെല്ലാരും നമ്മളെല്ലാരും ഇനി ദൈവത്തെ നിങ്ങൾ ചെയ്യേണ്ട ആയിരത്തെ വീട്ടിലും ചോദിക്കുക. നമുക്ക് ദൈവവിശ്വാസം നിങ്ങളുടെ നമ്മുടെ അവനോട് ദാഷ്ട്യമൊന്നുമില്ല നമുക്ക്. ഒന്ന് ചെയ്തോട്ടെ. അതുകൊണ്ട് ഈ സൗണ്ടും കുറയ്ക്കും. ഇത് ഭയങ്കര സൗണ്ടാണ്. ഞാൻ ഓൾറെഡി പ്രാവശ്യം വന്ന് പറഞ്ഞു. എടാ എനിക്കവിടെ കിടക്കാൻ വയ്യാന്ന് മനസ്സിലായില്ലേ? ഞാൻ ഓൾറെഡി വന്ന് ഇവിടെ പറഞ്ഞു പച്ചിനെ കറന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിന് വന്ന ഇതിലെ വരുന്ന ആളല്ല. ഞാൻ അതിന് വന്ന ഓട്ടോ